നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ക്ഷീണോ? എനിക്കോ? എത്ര നാള് കൂടിയാ എന്റെ മോളെ ഒന്ന് കാണുന്നേ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാ ഞാൻ. നിന്റെ മോളോ? അല്ല, നമ്മുടെ മകള്. മോൾക്കുള്ള കേക്കൊക്കെ നീ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അവിടെ ചെന്നിട്ട് പിന്നെ എക്സ്ക്യൂസും കൊണ്ട് വന്നേക്കരുത്. ഇല്ലെന്നേ, കസ്റ്റമൈസ്ഡ് കേക്കാ. എല്ലാം ഞാൻ വിളിച്ച് പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാണുമ്പോ നിങ്ങൾ ഞെട്ടും. ഇപ്പോഴേ പറഞ്ഞത് നന്നായി. ഞെട്ടാൻ റെഡിയായി നിൽക്കാലോ. ദേ, വെറുതെ എന്നെ കളിയാക്കല്ലേ. വാ, കേറ്. വണ്ടി എടുക്ക്, പുറകെ പോവാ. നാളെ തന്നെ ഇങ്ങ് പോരണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഇവിടെ കൂടാ. മറ്റന്നാൾ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു പോയാ മതി. അകത്തേക്ക് ഞാൻ പോരാ. ആഭരണങ്ങളൊക്കെ നേരത്തെ എടുത്തു. 100 പവനോളം ഉണ്ട്. അത് പിന്നെ അച്ഛന്റെ ഒറ്റ മോളല്ലേ ഞാൻ. വേറെ ആർക്കും കൊടുക്കണ്ടല്ലോ. ഓക്കേടാ, ശരി. അപ്പൊ നാളെ കാണാവേ. ആഹാ, പെണ്ണ് നിലത്തും താഴെയൊന്നും അല്ലല്ലോ. ഒന്ന് പോവാമ്മ. വന്നട്ടെ വന്നട്ടെ. പാർവതി, മോളെവിടെ? അവളകത്തുണ്ട്. പോയി കാണട്ടെ. മനോഹരേട്ടൻ എന്താ ഇവിടെ ഒന്ന് മാറി നിൽക്കുന്നേ? വിരുന്നുകാരൊക്കെ വരുന്നത് കാണുന്നില്ലേ? കാണുന്നുണ്ട്. കല്യാണ പെണ്ണിനെ കാണാനല്ലേ എല്ലാരും വരുന്നേ. എന്നെ കാണാനൊന്നും അല്ലല്ലോ. ഈ കല്യാണ പെണ്ണെന്ന് പറയുന്നതേ നമ്മുടെ മോള. അത് ഓർത്തോണം. മനോഹരേട്ടന്റെ മുഖം കണ്ടാ തോന്നും ഇവിടെ എന്തോ ദുരന്തം സംഭവിച്ചാന്ന്. ദുരന്തമല്ലേ സംഭവിക്കാൻ പോകുന്നേ. മനോഹരേട്ടൻ എന്ത് അറും പറ്റുന്ന വർത്താനം ഈ പറയുന്നേ? ഒരേ ഒരു മകളുടെ കല്യാണമാണോ ദുരന്തം? മോള് കണ്ടെത്തിയ ആളാ ദുരന്തം. ഇനിയാന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. മക്കൾക്ക് പ്രായമായ പിന്നെ അവരുടെ തീരുമാനങ്ങൾക്ക് തലകുലുക്കുക എന്നുള്ളതാണല്ലോ അച്ഛനമ്മമാരുടെ വിധി. എന്താ അമ്മേ? ഓ, മനോഹരേട്ടൻ ഇവിടെ ഒരു സന്തോഷമില്ലാതെ മൂടിക്കെട്ടി നിൽക്കുക. അച്ഛന് സന്തോഷമൊക്കെ ഉണ്ട് അല്ല അച്ഛാ? പിന്നെ പെൺമക്കളെ കെട്ടിച്ചിടുമ്പോ അച്ഛന്മാർക്ക് ഇങ്ങനെ സങ്കടമൊക്കെ വരും. അതൊരു പതിവല്ലേ. അതിന് അവളെ കെട്ടിച്ച് എങ്ങോട്ടും പറഞ്ഞു അയക്കൊന്നുമല്ലോ. അവള് ഈ വീട്ടിൽ തന്നെ നിൽക്കല്ലേ. അതോർക്കുമ്പോഴാ എനിക്ക് കൂടുതൽ സങ്കടം. എന്റെ കൺമുമ്പിൽ ഇനി എന്തെല്ലാം കാണേണ്ടി വരും. മനോഹരേട്ടൻ ഇങ്ങനെ വെറുതെ ഓരോന്ന് സങ്കല്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇങ്ങോട്ട് വന്നേ. അച്ഛാ, നമുക്ക് നിത്യയുടെ സന്തോഷല്ലേ വലുത്. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. അത് മാത്രല്ല അച്ഛാ, കല്യാണം കഴിയുന്നതോടെ നിത്യയ്ക്ക് സന്തോഷിക്കാനുള്ള മറ്റു ചില കാര്യങ്ങളും കൂടി ഇവിടെ നടക്കും. അതൊക്കെ സസ്പെൻസാ. അച്ഛൻ കണ്ടോ? അല്ല, ഇവള് മോളോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ നിത്യ വിട്ട് വിളിപ്പിച്ചില്ലായിരുന്നോ? എന്താ സംഗതി? അതൊന്നും ഇല്ലച്ചാ. അതും കല്യാണ വീടൊക്കെ അല്ലേ. വിരുന്നുകാര് വരുമ്പോ അവർക്ക് സ്നാക്സും ജ്യൂസും ഒക്കെ എടുത്ത് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഇവള് പറഞ്ഞിട്ട് വേണം മോളോ ചെയ്യാൻ. അല്ലാതെ തന്നെ മോളി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ അച്ഛ അതൊക്കെ വിട്. എന്നിട്ട് നിത്യയുടെ കല്യാണം കൂടുതൽ ഭംഗിയാക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ നോക്ക്. അച്ഛാ, പിന്നെ ആ കാറ്ററിംഗുകാരെ ഒന്ന് വിളിച്ചേക്കണേ. ഇന്ന് വൈകുന്നേരം മുതൽ സാധനങ്ങൾ എത്തിക്കുന്ന അവര് പറഞ്ഞിരുന്നത്. നമ്മളെ വിളിച്ചില്ലെങ്കിലേ അവർ ഭയങ്കര സാമട്ടിലങ്ങ് കാര്യങ്ങൾ നീക്കും. ശരി മോളെ. പാർവതി, ദേവികമ്മളോട് നീ എന്താ പറഞ്ഞേ? അതല്ലേ ദേവിക ഇപ്പൊ പറഞ്ഞിട്ട് പോയത്. ശരി, നീ ഇപ്പൊ പറഞ്ഞ എന്താണെങ്കിലും
കല്യാണം കഴിയുമ്പോൾ ഞാൻ അറിയുമല്ലോ. നിങ്ങൾ സംസാരിക്കും, ഒരു മിനിറ്റ്. ഹലോ, എന്തായി അവിടെ ഒരുക്കങ്ങള്? ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു ഭയം. ഒരു ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. കൂടെ കൂടെ എന്നെ ഇങ്ങനെ വിളിക്കരുത്. അതിവിടെയുള്ളവർക്ക് സംശയം ഉണ്ടാക്കും, പ്രത്യേകിച്ച് ദേവിക്ക്. പിന്നെ നിത്യയ്ക്ക് ഇപ്പൊ ചെറിയ സംശയമുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ ഫോണിൽ വോയിസ് നോട്ടായിട്ട് ഇട്ടാൽ മതി. മറുപടിയും ഞാൻ വോയിസ് നോട്ടായിട്ട് ഇട്ടോളാം. അല്ലെങ്കിലേ ഇത്രയും നാൾ തുഴഞ്ഞിട്ട് പഠിക്കൽ കൊണ്ടുവന്ന് കല ഉടയ്ക്കുന്നതല്ലായിപ്പോ. ഞാൻ മുറിയിലേക്ക് പോവാ. എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് തന്നെ വോയിസ് തരണേ. ശരി. നീ ശരത്തിനൊന്ന് ഒബ്സർവ് ചെയ്യണം. ഇന്നു മുതൽ അവന്റെ നീക്കങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ശരി, മതിയാവും.